ഉണ്ണിയേട്ടൻ്റെ ഒരു മഡ് ഹൗസ് സെറ്റപ്പാണ്. ജംഷി അതിസാഹസികമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോക്ക് അട്ടപ്പാടിയിലെ കുറച്ച് ഹിൽ സ്റ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ജിംനിയായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ ജിംനി എത്രത്തോളം ഓഫ് റോഡ് കയറും എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്, മണ്ണാർക്കാട്ടിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് നല്ല ടേസ്റ്റ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ ഷിർവാണി റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ സൈഡാക്കി ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്ക് അല്ലേ, അപ്പോൾ ഇന്ന് 2 ജിംനിയാണ് കേട്ടോ. അപ്പോൾ പാലക്കാടേക്ക് എത്തിയപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇതിലെത്ര ചോറുണ്ട്? 4 ചോറുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്തു കേട്ടോ. ശിർവാണി ഫോറസ്റ്റിൻ്റെ ചില ഏരിയകളൊക്കെ ഇങ്ങനെ കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റ് ഓഫീസിലെ ഒരു സാറുണ്ട്. സാറ് കാടിനെ കുറിച്ചും കാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ഈ കേരളമേട് നമ്മൾ വരടിമലന്റെ സൈഡ് കാണും. വരടിമല അല്ല, ഷോളൂര് അല്ല, അതല്ല, കേരളമേട് റൈറ്റ്, ഇവിടുന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡും വരടിമല എന്ന് പറഞ്ഞത് നമ്മള് ഇവിടുന്ന് 1 മല 1 2 മല കയറിയിട്ട് നേരെ അപ്പുറം. നിങ്ങളാണ് അന്ന് വരടിമല നല്ല സൈറ്റിംഗ് അല്ലേ? പിന്നെ കോയമ്പത്തൂർ സിറ്റി മൊത്തം ആദിത്യ യോഗിന്റെ വലിയ ടയറാണ്. 4 ട്രെയിൻ എന്താ എൻട്രി 4 ട്രെയിൻ ഒരു വണ്ടി. ലോകത്തിൽ ഫ്രഷ് വാട്ടറിന് 2ാം സ്ഥാനമാണ് അത്ര ഷിർവാണിയിലെ വെള്ളത്തിന്. അപ്പോൾ ആ വെള്ളമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മളെ കൂടെ വന്ന ആളാണ് ആ ഭാഗത്തുള്ളതെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ നമ്മുടെ മുമ്പിൽ പെട്ടാൽ കഴിഞ്ഞു. അത് ഉറപ്പായും കൊല്ലും. കടിക്കും, കഴുത്തിൽ തന്നെ കടിക്കും. ഈ നെഞ്ഞും കൂടില്ലേ, രണ്ടും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ വലിയ. അത് അങ്ങനെ അപകടങ്ങൾ കുറവാണ്. അല്ല, ഉണ്ടായിരുന്നു. ഈ സാധനത്തിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഹൈറ്റ് കുറവായിട്ടുള്ള ഈ 4 കാലിൽ നടക്കുന്ന ജീവിയല്ലേ. നമ്മൾ ഈ ഹൈറ്റ് ഉള്ള ആൾക്കാരനെ കാണുന്ന സമയത്ത് അത് പെട്ടെന്ന് ഈ എണിച്ച് നിൽക്കുന്നത്, ഈ 2 കൈയും പൊക്കി എണിച്ച് നിൽക്കുന്ന, അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എണിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. കയ്യിലൊരു ലൈറ്റർ, തീ കണ്ട പ്രശ്നം. എന്തെങ്കിലും ഒരു തുണീൻ്റെ പീസ് എടുത്തിട്ട്, ടവലാണെങ്കിൽ ടവല്, അല്ലെങ്കിൽ ചപ്പാണെങ്കിൽ കത്തിക്കുക.
ഇതിപ്പോ ഇന്റെ മാത്രം ഉണ്ടാവില്ല. എവിടെ എവിടെ സുഭാഷ് ഉണ്ടോ? അവരെ ചെയറെടുത്ത് വരണ്ടിരുന്നു അവിടെ ഇരുന്ന് ഇങ്ങനെ എപ്പോ നോക്കി ഒരേ പോസ് അവിടെ കൊണ്ടുവരാ. അത് കൊള്ളാലോ. റിസ്ക് എടുത്തു വാ. ഇതൊന്ന് പോ ചെങ്ങ, ഇത് റെക്കോർഡാണ്. ആ ഇത് കണ്ണടയൊക്കെ വെച്ചിട്ട് വരണേ. ആ ആ മജ്ജ് ലേസം ഉണ്ട് കേട്ടോ. ആ സൈഡ് കൂടി ഇടത്ത് കൂടി അങ്ങനെ പോട്ടെ, അതിൽ പോട്ടെ. ആ എടുക്കണ്ടേ, എടുക്കണ്ട് അതൊക്കെ ഉണ്ട്. സെറ്റപ്പാണൊക്കെ. ജംഷി അതിസാഹസികമായിട്ടാണ് ഒരു പക്കന്ന് ഒരു പക്കത്ത് വരുന്നത്. ആ ഞാൻ അങ്ങനെ പോവാ. അത് റിസ്കാട്ടോ, അത് റിസ്കാ. ആണ്ടേ കേറണ്ട പറയണ്ടേ. അല്ല കേറണ്ട അറിയാം, ഇവര് പേടിച്ചിട്ടാവും. എന്നാ കറക്റ്റാ ഒന്നും താഴെ കൂടെ പോകാൻ പറ്റും. ആ ഒല്ല പോവല്ലേ, നീ കൊറേ പോവല്ലേ. നീ ശരി മൊത്തം കാരണം അല്ല അതല്ലേ പറഞ്ഞത്. സൺസെറ്റ് പൊളിയാണ്. സൺസെറ്റ് അല്ല അവിടെ പൊളി. മഞ്ഞ് മൂടി നിന്നിട്ട് ഫുള്ള് മൂടി. ഞങ്ങൾ വണ്ടി കൊണ്ട് കയറി പോകുമ്പോഴേ ഈ ഗേറ്റ് ഇങ്ങനെ കയറി പോവാണ്. അവിടെ അതുവരെ കണ്ടു. പിന്നെ ഫുള്ള് കണ്ടില്ല, ഫുള്ള് മഞ്ഞ. പിന്നെ കയറി അവിടെ ലൈറ്റിങ് ഇങ്ങനെ കണ്ടാവും പിടിക്കാൻ ഞങ്ങൾ ഒപ്പാലം അങ്ങനെ കഴിച്ചു. അതായത് ഫുള്ള് കോട. ഷെർവാണി ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള അവസാന ശ്രമങ്ങളാണ് ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഈ ഉണ്ണിയേട്ടൻ്റെ ഈ മഡ് ഹൗസിൽ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇനി നാളെ രാവിലെ വേറെ കുറേ സ്ഥലത്തെ കൂടെ ഉണ്ണിയേട്ടൻ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓഫ് റോഡ് ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ മഡ് ഹൗസിൽ സ്റ്റേ ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ണിയേട്ടൻ്റെ ഒരു മഡ് ഹൗസ് സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് താമസിക്കുകയൊക്കെ ചെയ്യാം.
ഹൗസിലൊക്കെ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ണിയേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ചെറിയ പൈസക്ക് ആൾ സെറ്റാക്കി തരും. ഒറിജിനൽ മഡ് ഹൗസ് തന്നെയാണ് കേട്ടോ ഇത്. താഴെ ഈ ഷെഡിലും ഗസ്റ്റുകൾക്ക് കിടക്കാം. ഇതിന് മുമ്പിൽ കണ്ടോ, ഇതെല്ലാം ചോളം കൃഷിയാണ് കേട്ടോ. അതൊക്കെ ഉണ്ണിയേട്ടൻ്റെ കൃഷി തന്നെയാണ്, ചോളമാണിത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ ഒരു മഡ് ഹൗസ് സെറ്റപ്പ് കേട്ടോ. അത് മഡ് ഹൗസാണ്. ഇതിൽ താമസിക്കുകയൊക്കെ ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഉണ്ണിയേട്ടനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊന്ന് താമസിക്കാം കേട്ടോ. ഇതാണല്ലേ ചെന്നൈൻ്റെ കാഷ്ട അത്രേ ഗൈസ്. ചെന്നൈ ഇവിടെ ഈ അട്ടപ്പാടി പക്ഷെ അതിപ്പോ കാണല് നമ്മുടെ കാടുകൾ ഇപ്പൊ ഇല്ലാന്നല്ല പറയല്. ഉണ്ടല്ലേ? ഈ കാട്ടുതാഴ് തന്നെ ഇത് ചെന്നായ ഇറങ്ങിപ്പോണേ. അല്ല അല്ല ഉണ്ണിയേട്ടനോട് പറഞ്ഞില്ലേ ജംഷിയ പിന്നെ എങ്ങടാ? ഇനി നമുക്ക് അട്ടപ്പാടി കുറച്ചുകൂടി കാണാനുണ്ട്. പോയി കണ്ടിട്ട് വരാം. അതെ, പോയി വരാം. രണ്ട് വണ്ടിയുടെ ഇറങ്ങിയതല്ലേ. നമുക്ക് ഇങ്ങനത്തെ പൂർത്തന്നെ സൂക്ഷിച്ചു. അമ്മൊരു വാക്ക് പറഞ്ഞാൽ ഒരു വാക്കുള്ളൂ. എടുത്തോണ്ടിരുതോ. അയ്യോ, വ്ളോഗിലായിരുന്നാ? എന്നാ വന്നോ ചിനങ്ക. വീണ്ടും ബുദ്ധിമുട്ടുണ്ടോ? കോടാലിറ്റ് എന്താ പരിപാടി? പറ്റൂല ഇല്ലേ? ബൈക്കോ അങ്ങനെ തന്നെ ബൈക്കോ? പോവാ പോവാ പോവാ. ഇല്ല, കുറച്ച് ബൈക്കോ.
പോട്ടെ 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 പോട്ടെ. ചെയ്തോ. എവിടെണ്ടേ? ആ പറഞ്ഞോ. കുറച്ച് ബൈക്കോ. റോഡ് വന്നുകൊണ്ടു പയ്യമാർ ശല്യ പയ്യേ വൃത്തികേടൊക്കെ കാട്ടുകാത്ത മേലേതി. അതെ അച്ഛൻ്റെ വീട്ടിലെത്തി ചൊല്ലണോ? അച്ഛൻ തന്നെ അമ്മനെ പറഞ്ഞു ചിലത്തതേ കാട് അത്തിപ്പട്ടേത് അങ്ങനത്തത് അല്ല നെടിമട്ട് നെടിമട്ട് അത്തിപ്പട്ടേത് അത് ചാത്തിപ്പട്ടേതാകും. செவில பெருமான் போய் சாத்திப்பட்டேக்காகும் അല്ല അത് சொல்லுங்க எம்து காடுந்தேன்னு சொல்லுங்க மொத்தம் சொல்லுங்களே எம்து காடு மாதிரி ராணி வாக்குடே பாட்டி வரகனே பாரு நீ வாடி இப்ப நம்ம அளக்க கந்து வெட்டினா தான் ரோடா வச்சார் பசங்க வந்து
ഇനിമേലെ ബാ ബാ ബാ. ആ റെഡിയാ. അപ്പൊ എന്താ വിഷയം, പോയിലിറങ്ങാൻ പോവാ? ഏതാണത്? ഭവാനിയാ? ആ ഇല്ല, അത് മെയിനാണിത്. ആ ഇവിടെ എത്തുമ്പോൾ വലിപ്പം കുറഞ്ഞോന്നുള്ളൂ. ആ നാച്ചുറൽ ബാത്ത്. ആഹാ, സോണിന്റെ മെൻഡറാണ് അല്ലേ? സോണി വിത്ത് എന്റെ ഇറങ്ങണില്ലേ? ഓന അടിച്ചോളിട്ടോളി. ഇത് കാട് പോലത്തെ വഴിയാണ്. വണ്ടികൾ അവിടെ നിന്ന് വേറിട്ടോളി.